ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ശിക്ഷ വിധിച്ചു കോടതി. ഇരട്ട ജീവപര്യന്തവും 3,11,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. ഇടുക്കി കോവലൂർ സ്വദേശി കുരുവി എന്ന് വിളിക്കുന്ന അന്തോണിക്കാണ് ശിക്ഷ വിധിച്ചത്. ഇടുക്കി പൈനാവ് അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത്. 2021 ആഗസ്റ്റ് 4-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയെ വീടിന്റെ പരിസരത്തുള്ള തേയിലത്തോട്ടത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ബലമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പ്രതി. മാനസിക വളർച്ച ഇല്ലാതിരുന്ന കുട്ടി പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ പ്രതിരോധിച്ചെങ്കിലും പ്രതി കുട്ടിയെ കല്ലുകൊണ്ട് മുഖത്ത് ഇടിക്കുകയായിരുന്നു. സംസാര വൈകല്യമുള്ള കുട്ടിയുടെ ആംഗ്യഭാഷയിലുള്ള മൊഴി വീഡിയോയിൽ പോലീസ് പകർത്തി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കൂടാതെ കോടതിയിലെ വിചാരണ നടപടികളും വീഡിയോയിൽ പകർത്തിയിരുന്നു എന്നത് ഈ കേസിന്റെ പ്രത്യേകതയാണ്. വിവിധ വകുപ്പുകളിൽ 2 ജീവപര്യന്തവും പ്രതി മരണം വരെ ജയിലിൽ കഴിയണമെന്നും കോടതി പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. മാനസിക വളർച്ച കുറഞ്ഞ 15 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കിയ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പിഴ ഒടുക്കാത്ത പക്ഷം പ്രതി അധിക ശിക്ഷ അനുഭവിക്കണം. പിഴ പെൺകുട്ടിക്ക് നൽകണമെന്നും കൂടാതെ കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോടും കോടതി ശുപാർശ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത 14 വയസ്സുള്ള മകളെ ഗർഭിണിയാക്കിയ അച്ഛൻ റാന്നിയിൽ അറസ്റ്റിലായി എന്നുള്ളതാണ്. 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി നിലവിൽ 7 ആഴ്ച ഗർഭിണിയാണ്. വീട്ടുകാർക്ക് സംശയം തോന്നി നടത്തിയ വൈദ്യ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ഗർഭം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ലാബ് അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വയറുവേദനയെ തുടർന്നായിരുന്നു കുട്ടിയെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. പരിശോധനയിൽ കുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെ ലാബ് അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. ഇതോടെ ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കുകയും കുട്ടിയുടെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത അച്ഛന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭയം മൂലം കുട്ടി പീഡന വിവരം ആരോടും തുറന്ന് പറഞ്ഞിരുന്നില്ല. കട്ടപ്പന സ്വദേശിയായ പ്രതി 14 വർഷം മുൻപാണ് പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയത്. നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. ചോദ്യം ചെയ്യൽ വേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നമ്മൾ ഓർക്കണം, സ്വന്തം അച്ഛനാണ് ഇങ്ങനെ ഒരു ക്രൂര പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. എങ്ങനെയാണ് സ്വന്തം മകളോട് ഇങ്ങനെ ഒരു മനോഭാവത്തിൽ ഒരച്ഛൻ എത്താൻ കഴിയുക? ആരും എവിടെയും സുരക്ഷിതരല്ല എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. സ്വന്തം വീടുകളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല. റോഡിലേക്ക് ഇറങ്ങിയുള്ള കാര്യം ഇതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള കേസുകൾക്ക് കർശനമായ നടപടിയെടുക്കാൻ പൊതുസമൂഹം ഒരു ബോധപൂർവം ആവശ്യപ്പെടേണ്ടതാണ്.